ഒരാളുടെ ലൈഫ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ വലിയ പദവികളുടെ ആവശ്യമില്ല. എന്താണ് ആവശ്യം? ചിലപ്പോൾ ഒറ്റൊരു വാക്ക് മതി. ഒരു ചെറിയൊരു പ്രോത്സാഹനം, ഒരു ചെറിയൊരു അഭിനന്ദനം, ഒരു നല്ലൊരു ആശ്വാസവാക്ക്. അത് ചിലപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ വിളക്കായി മാറിയേക്കാം. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ പലപ്പോഴും ഇങ്ങനെ കരുതാറുണ്ട്, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? എൻ്റെ വാക്കുകൊണ്ട് ആർക്ക് മാറ്റമുണ്ടാവാനാണ്? എൻ്റെ വാക്കുകൾ കൊണ്ട് എന്ത് മാറ്റമുണ്ടാകാനാണ്? പക്ഷേ സത്യം എന്താണെന്നറിയാവോ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് ചെറിയ ചെറിയ വാക്കുകളിൽ നിന്നാണ്. പരാജയപ്പെട്ട് നിരാശയിലായ ഒരാളോട് നിനക്ക് കഴിയും, നീ വീണ്ടും വീണ്ടും ശ്രമിക്കൂ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റിയേക്കാം. നമ്മളിങ്ങനെ സെൽഫ് ഡൗട്ട് അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരോട് നമുക്കിങ്ങനെ പറയാം, നീ കരുതുന്നതിലും ശക്തമാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് താനേ വരും. ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു പുതിയ തീപ്പൊരി തന്നെ തെളിയും. തളർന്നു പോയ ഒരാളോട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന ഒരു വാചകം കേൾക്കുമ്പോൾ ആ ഒരു മനുഷ്യന് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ പരാജയപ്പെട്ടു. എല്ലാവരും അവനെ വിമർശിച്ചു. നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ ഒരു പരാജയമാണെന്ന് കാണുന്നവർ മൊത്തം പറഞ്ഞു. അവന് ഭയങ്കര വിഷമായി. പക്ഷെ ഒരു അധ്യാപകൻ, ഒറ്റ അധ്യാപകൻ മാത്രം അവനോട് പറഞ്ഞു, ഈ ഒരു പരാജയം നിൻ്റെ കഥയുടെ അവസാനമല്ല, ഇത് ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാണ്. ആ ഒരു വാക്ക് അവൻ്റെ മനസ്സിൽ പ്രതീക്ഷയുടെ വിത്ത് വിതറി. അവൻ വീണ്ടും ശ്രമിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവൻ വിജയത്തിൻ്റെ ഉയരങ്ങളിലെത്തി. പിന്നീട് ചോദിച്ചപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ആ ഒരു അധ്യാപകൻ്റെ വിശ്വാസമായിരുന്നു, ആ അധ്യാപകൻ്റെ വാക്കുകളായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാവരും ആരുടെയെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു അധ്യാപകനാകാം. ഒരു സുഹൃത്തിൻ്റെയോ ഒരു സഹപ്രവർത്തകൻ്റെയോ ഒരു കുടുംബാംഗത്തിൻ്റെയോ ജീവിതത്തിലെ ഒരു അധ്യാപകനായി മാറിയേക്കാം. കാരണം ഇന്ന് ഉപദേശം എല്ലാവർക്കും ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട്, പക്ഷേ പ്രോത്സാഹനമാണ് കുറവ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രോത്സാഹന വാക്കുകൊണ്ട് നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ? ഓർക്കുക, നിങ്ങളുടെ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. അവ മറ്റുള്ളവരെ ഒന്നുകിൽ മുറിവേൽപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവരെ സുഖപ്പെടുത്താൻ വേണ്ടിയും നമുക്ക് യൂസ് ചെയ്യാം. അതിനാൽ ഇന്ന് മുതൽ ആളുകളെ താഴ്ത്തുന്ന വാക്കുകൾക്ക് പകരം അവരെ ഉയർത്തുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കൂ. നിരാശയുള്ളവർക്ക് പ്രതീക്ഷ നൽകൂ, ഭയപ്പെട്ട് നിൽക്കുന്നവർക്ക് ധൈര്യം നൽകൂ, തളർന്നിരിക്കുന്നവർക്ക് ആശ്വാസം നൽകൂ. കാരണം മറ്റുള്ളവരെ ഉയർത്തുമ്പോൾ നമ്മളുടെ ഹൃദയവും ഉയരുന്നു. വിശാലമായ ഹൃദയത്തിലാണ് യഥാർത്ഥ സന്തോഷം വളരുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ബോധപൂർവം മറ്റുള്ളവർക്ക് പ്രോത്സാഹനത്തിൻ്റെ ഉറവിടമാകണം. താങ്ക് യു.